എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പല രീതിയിലുള്ള മീൻകറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിലൊരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം ഞാൻ വെച്ചപ്പോഴത്തേ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഒരു 4 കഷ്ണം കുടംപുളി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുടംപുളി വിട്ടുള്ള ഒരു കറിയിൽ നമ്മളെപ്പോഴും കുടംപുളി ഇട്ടാണ് മീൻകറി വെക്കുന്നത്. മാങ്ങ വല്ലപ്പോഴും ഒക്കെ ചേർക്കാറുള്ളൂ. മാങ്ങ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമില്ല, എനിക്ക് മാത്രമേ കൂടുതലായിട്ട് ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് പുളിയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത് കേട്ടോ. അല്ലെങ്കിലും കോട്ടയം ഭാഗത്തോട്ടൊക്കെ കുടംപുളിയാണ് ചേർക്കാറുള്ളത്. പിന്നെ ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 4 പച്ചമുളകും, ആവശ്യത്തിന് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മീഡിയം സൈസ് തക്കാളി ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 4-4.5 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ചൂടുവെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചതാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു കൊഴുപ്പും കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കടുക് വറുക്കുന്ന സമയത്ത് നമ്മുടെ പൊടിയൊന്നും കരിഞ്ഞു പോകാതെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അതുപോലെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മീൻ ഹമൂറാണ്. ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. കറി വെച്ച അടിപൊളി ടേസ്റ്റാണ്. വില കൂടുതലുള്ള മീനുമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അത് ഞാൻ നമ്മുടെ കുടംപുളിയുടെ വെള്ളം ഒഴിച്ച് കഴുകി എടുത്തിരിക്കുന്നതാണ്. ഇനി ഇതൊന്നുകൂടെ കഴുകിയിട്ട് വേണം നമുക്ക് അടുപ്പത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല ദശയുള്ള മീനുമാണ്, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഗൾഫിലൊക്കെ താമസിച്ചിട്ട് വാങ്ങിച്ച് കൂട്ടാത്തവരുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിച്ച് കൂട്ടണം. സൂപ്പർ ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെയല്ല, എവിടെ ചട്ടി അടുപ്പത്ത് വെച്ചാലും പുകയുന്ന ഒരു സ്വഭാവമുള്ളതാണ്. അപ്പോൾ ഞാനതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം കടുകും 1/4 ടീസ്പൂണോളം ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അത് രണ്ടും ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില നല്ല ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ തന്നെ നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനെയാണ് എല്ലാവർക്കും. എനിക്ക് കറിവേപ്പില ഫ്രഷ് ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇവിടെ പിന്നെ മാളിൽ നിന്ന് കിട്ടുന്നതല്ലേ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വരുന്ന സമയം നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ആ പാത്രം കൂടെ കഴുകിയ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്താണ് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ കുടംപുളിയും കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇപ്പം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ പിന്നീട് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർക്കുന്നത് നമ്മൾ കുറച്ചേ ചേർക്കാവുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാം ഞാൻ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ കുടംപുളിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി തിളപ്പിക്കാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം കഴുകിയിട്ട് നമുക്കിതിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് പെറുക്കിയിട്ട് കൊടുക്കുവാണ്. ഇനി ഇത് നന്നായിട്ട് തവി ഉപയോഗിച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് തിള വരുന്ന സമയത്ത് മൂടി വെച്ച് കൊടുക്കാം. ഓൾറെഡി തിളച്ച ചാറാണ്. പിന്നെ നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ പരിവായി വന്നിട്ടുണ്ട്. ഞാനൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിൽ ഉപ്പും പുളിയൊക്കെ നോക്കണം. പുളി കറക്റ്റായി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന പുളി 2 കഷ്ണം മാറ്റേണ്ട വരുമെന്ന് തോന്നി. ഇച്ചിരി പുളി ഓവറാകാനുള്ള ചാൻസ് ഉണ്ട് പറ്റി വരുമ്പോൾ. അപ്പോൾ അതും കൂടി എടുത്ത് മാറ്റണം. അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ച് പറ്റി നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. തീ ഓഫാക്കി കൊടുത്തിട്ട് ആറിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഈ സമയത്ത് നമ്മുടെ റൂമും കാര്യങ്ങളും എല്ലാം ഞാനൊന്ന് വൃത്തിയാക്കുമായിരുന്നു. ഒന്നത്തിരാടം ദിവസങ്ങളിലെല്ലാം ഞാൻ ഇതിനകം എല്ലാം തുടയ്ക്കാറുണ്ട്. എന്നാലും നല്ല പൊടിയാണ്, നല്ല പൊടിയുടെ ശല്യമുണ്ട്. അതുകൊണ്ടെല്ലാം എപ്പോഴും അത് തന്നെയല്ല, മുടി കൊഴിച്ചിൽ എല്ലാവർക്കും നന്നായിട്ടുണ്ടത്. കാരണം ഒരു ദിവസം തുടച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം പണിയാണ്. പിന്നെ അതിനുശേഷം ഞാൻ മുകളിൽ കൊണ്ട് തുണിയെല്ലാം ഉണക്കിയിട്ട് കൊണ്ടുവന്ന് ഓരോ സെക്ഷനായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതെല്ലാം അവരവരുടെ അലമാരിലെല്ലാം കൊണ്ട് വെക്കണം. എല്ലാവരുടെ റൂമൊക്കെ തുടച്ച് അടുക്കളയെല്ലാം തുടച്ച് പിന്നെ നമ്മുടെ കറികളൊക്കെ വൈകുന്നേരം രാവിലെ വെച്ചതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കണം.
ഇപ്പം വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. തേണ്ട കോവയ്ക്കാത്തോരൻ ഞാൻ ചൂടാക്കി, സാമ്പാർ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേണ്ട നമ്മുടെ കഞ്ഞി വേവാറായിട്ടുണ്ട്. അതുപോലെ തന്നെ തേണ്ട നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നു. കാണുമ്പോൾ തന്നെ അറിയത്തില്ല, നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീൻകറിയാണ്. എല്ലാം ഇത് നാളത്തേക്കിന് കൂട്ടാനാണ്. അടിപൊളി കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും. അതുപോലെ തന്നെ ഇത് കപ്പയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പൊറോട്ടയുടെ കൂടെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെയും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും